പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ CMRൽ നിന്ന് അനധികൃതമായി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്നും അതിനെക്കുറിച്ച് നടക്കുന്ന ED അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തി. തിരുവനന്തപുരത്ത് കണ്ണൂരും റെയ്ഡ് നടന്നു, പ്രതിഷേധവും നടന്നു. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന പ്രതിഷേധം ഒരു പടി കടന്നുപോയി. മുട്ടയേറുണ്ടായിരുന്നു, ചീമുട്ടയേറുണ്ടായിരുന്നു, കല്ലേറുണ്ടായിരുന്നു, കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു, വാഹനം തടയലുണ്ടായിരുന്നു. അങ്ങനെ കലാപ പരിപാടികളായി മുന്നോട്ട് പോയി. ഇത് നിയമവിരുദ്ധമാണ്. അതിൽ പങ്കെടുത്ത ആ ആളുകളെയൊക്കെ CPMന്റെയും DYFIയുടെയും ഒക്കെ നേതാക്കളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ വിചാരണ തടവുകാരാണ്. അതിലൊരാൾക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്ലീഡറായിരുന്ന ഗീനാകുമാരിയെ തൽസ്ഥാനത്ത് നിന്ന് UDF സർക്കാർ നീക്കം ചെയ്തത്. ഇതാണ് പശ്ചാത്തലം. ഞാനിനി പറയാൻ പോകുന്നത് ഈ സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് ഉൾപ്പെട്ട ഒരു നേതാവ് CPMന്റെ തിരുവനന്തപുരം പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ IP ബിനുവാണ്. IP ബിനുവിനെ കഴിഞ്ഞ ദിവസം പ്രമേഹ രോഗം മൂർച്ഛിച്ച് കാലുകൾ മരവിച്ച അവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കാണ് എത്തിച്ചത്. ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ വിലങ്ങ് ചാർത്തിയാണ് ജയിലധികൃതർ ആശുപത്രിയിൽ എത്തിച്ചത്. അതാണ് ചോദ്യത്തിന് കാരണം. എന്തിനാണ് ബിനു IP കയ്യിൽ കൈവിലങ്ങ്? ബിനു IP ആരെയെങ്കിലും കൊലപാതകം ചെയ്തോ? ബിനു IP എവിടെയെങ്കിലും പോയി മോഷണം നടത്തിയോ? ബിനു IP എവിടെയെങ്കിലും പോയി പിടിച്ചുപറിച്ചോ? അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന നാലാംകിട മാധ്യമ ഊള സ്ഥാപനങ്ങളുണ്ട്. സംഘപരിവാറിൻ്റെ ഉച്ഛിഷ്ടവും അമേദ്യവും തിന്ന് തഴയ്ക്കുന്ന ചില ഊള മാധ്യമങ്ങൾ പലതും എഴുതി എന്താണ് പിടിച്ചുപറി, ഭവനഭേദനം, അങ്ങനെ തുടങ്ങിയ കേസുകളിലേക്ക് പ്രതിയാണെന്ന്. അങ്ങനെ ഒരു കേസുകളും ബിനു IPക്ക് ഇല്ല എന്ന് 100 വട്ടം ആണയിട്ട് ഉറപ്പിച്ചു പറയാനുള്ള ആത്മധൈര്യം എനിക്കുണ്ട്. അദ്ദേഹം എപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന വ്യക്തിയാണ്, സ്നേഹസമ്പന്നനാണ്. സ്നേഹത്തോടെ അല്ലാതെ ആരോടും ഇടപെടുന്നത് ഞാനിതുവരെ കണ്ടിട്ടുമില്ല. 1/4 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഞാനും ബിനു IPയും തമ്മിലുള്ള സൗഹൃദത്തിന്. അതും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഞാൻ ബിനു IPയെ ജയിലിൽ പോയി കണ്ട വ്യക്തിയാണ്. അന്ന് തന്നെ ത്വക്ക് രോഗം മൂർച്ഛിച്ചിരുന്നു, പ്രമേഹം മൂർച്ഛിച്ചിരുന്നു, വെറും നിലത്താണ് കിടക്ക. അപ്പോഴും ഈ പറയുന്ന മാധ്യമങ്ങളിൽ ചിലതൊക്കെ എഴുതി സുഖസൗകര്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നതെന്ന്. അങ്ങനെ ഒരു സൗകര്യവും അവർക്ക് ജയിലിൽ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കയ്യാമം വെച്ച് കൊണ്ടുവരില്ലല്ലോ. UDF സർക്കാരിന് പ്രിയപ്പെട്ട സുഗതൻ ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായിരിക്കെ തന്നെ കാപ്പ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത സുഗതനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് എങ്ങനെയാണ്? കൈവിലങ്ങില്ല. കാപ്പ കേസ് പ്രതിയാണ്, കൈവിലങ്ങില്ലാതെയല്ലേ? പിന്നെ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വന്ന ബിനു IPക്ക് എന്തിനാണ് കൈവിലങ്ങ്? മുമ്പൊരിക്കൽ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അന്ന് കൈവിലങ്ങ് വെച്ച് കൊണ്ടുവന്ന SFI വിദ്യാർത്ഥികളെയൊക്കെ കൈവിലങ്ങ് അഴിച്ചുമാറ്റാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതും എൻ്റെ അറിവാണ്, അറിവിൽ നിന്ന് പറയുന്നതാണ്. ഇപ്പോൾ ബിനു IPയെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നപ്പോൾ കൈവിലങ്ങ്. ഇന്ന് കോടതിയിൽ കേസ് പരിഗണിക്കുന്നുണ്ട്. അവിടെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഒരുപക്ഷെയെങ്കിൽ ഈ മാസം തന്നെ ഈ ആളുകൾക്കൊക്കെ, സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ ജാമ്യം ലഭിക്കുമെന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന. കാരണം അങ്ങനെ ഒരു കേസാണ്, സാധാരണ സമരവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അല്ലാതെ ആരെങ്കിലും വധിക്കാനോ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്താനോ ഒന്നും ശ്രമിച്ചതല്ല. സാധാരണ ഒരു വാഹനം തടഞ്ഞു, അതിനകത്തുണ്ടായ സംഭവമാണ്. പക്ഷേ ബിനു IP എന്ന CPM നേതാവിനോട്, പാളയം ലോക്കൽ സെക്രട്ടറിയോട് സർക്കാരിന് എന്തൊക്കെയോ പിടിവാശി ഉള്ളതുപോലെ, പോലീസിന് എന്തൊക്കെയോ ദേഷ്യം ഉള്ളതുപോലെയാണ് അദ്ദേഹത്തോട് പെരുമാറുന്നതെന്ന് ഇന്നലത്തെ കൈവിലങ്ങ് സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. ഇനി ബിനു IP ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം നഗരവാസികളായ പലർക്കും ബിനു IP ചെയ്ത സഹായങ്ങൾ നേരിട്ട് ലഭ്യമായിട്ടുണ്ട്. ബിനു IP കുന്നുകുഴിയുടെ വാർഡ് കൗൺസിലറായിരിക്കുമ്പോൾ ആ വാർഡിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ കുന്നുകുഴിയിലെ ജനങ്ങൾ മറക്കാനിടയില്ല. കോവിഡ് കാലത്തും പ്രളയകാലത്തും ബിനു IP ഓടിയെത്താത്ത ഇടങ്ങളില്ല. PPE കിറ്റിട്ട് നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ പലരുമൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സങ്കടപ്പെട്ടു, നിങ്ങളുടെ ബന്ധുക്കളിൽ പലരും മരിച്ചുപോയപ്പോൾ അവരെ മറവു ചെയ്യാൻ ആളില്ല എന്ന് സങ്കടപ്പെട്ടിരുന്ന സ്ഥലത്ത് നഗരത്തിലെ സോണിയച്ഛൻ എന്നൊരു അച്ഛൻ്റെ നിർദ്ദേശാനുസരണമൊക്കെ PPE കിറ്റിട്ട് ബിനു IP ശാന്തി കവാടത്തിൽ എത്ര ആളുകളുടെ മൃതദേഹം സംസ്കരിക്കാൻ ഒപ്പം നിന്നു. എത്രയെത്ര ആളുകൾ അനാഥ മൃതദേഹമായി പോകേണ്ട ഇടത്ത് ആചാരാനുസരണം
മൃതദേഹം സംസ്കരിക്കാൻ ചുക്കാൻ പിടിച്ചത് നിങ്ങളുടെ ഈ ബിനു ഐ പി അല്ലേ? നിങ്ങളുടെ നഗരത്തിൻ്റെ മുഖമായി മാറിയ ബിനു ഐ പി ഇല്ലേ? ജനകീയത കൊണ്ട് ഒട്ടും പിന്നിലല്ലാത്ത നേതാവായിരുന്നില്ലേ ബിനു ഐ പി? ബിനു ഐ പി എത്ര കള്ളക്കേസിൽ കൊടുക്കാൻ ആളുകൾ ശ്രമിച്ചു, നടന്നോ? ഇല്ല. ബിനു ഐ പി BJP ഓഫീസ് അടിച്ചു പൊട്ടിച്ചുവെന്ന് നിങ്ങളൊക്കെ വാദോരാതെ പറയാറുണ്ട്. അതെനിക്കും അറിയാം. സ്വന്തം അച്ഛനും കിടപ്പ് രോഗിയായി കിടക്കുന്ന അച്ഛൻ്റെ മുന്നിലേക്ക് പടക്കമെറിയുകയും കല്ലെടുത്തെറിഞ്ഞ് തൻ്റെ വീടിൻ്റെ ജനൽ ചില്ല് പൊട്ടിക്കുകയും ചെയ്യുന്ന BJP പ്രവർത്തകർക്ക് നേരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒറ്റയ്ക്ക്, മറ്റാരും കൂട്ടില്ലാതെയാണ് ഒറ്റയ്ക്ക് പോയി BJP ഓഫീസിൽ ആ അതിക്രമം ഐ പി കാണിച്ചത്. അതിനും ബിനു ഐ പിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, അല്ലാതെ വെറുതെ വിട്ടൊന്നുമില്ല. താലോലിച്ചയോ നിങ്ങൾ ചെയ്തത് മാന്യതയായിപ്പോയി എന്ന് പറഞ്ഞു വിട്ടില്ല. അപ്പോഴും പാർട്ടി ബിനു ഐ പിയെ എന്താണ് നിങ്ങൾ ചെയ്തത് ശരിയെന്ന് സംരക്ഷിക്കുകയല്ല, നിയമത്തിൻ്റെ വഴിക്ക് എന്ന് തന്നെയാണ് പാർട്ടി പറഞ്ഞത്. പാർട്ടി ബിനു ഐ പിയെ ശാസിക്കുകയും ചെയ്തിരുന്നു. ഞാൻ പറയുന്നത്, ആപത്കാലത്ത് നിങ്ങൾക്കൊപ്പം കൂടെ നിന്ന, നിങ്ങൾക്ക് തണലായി നിന്ന ഒരു മനുഷ്യൻ ഒരു സമരത്തിൻ്റെ പേരിൽ ജയിലിൽ ആകുമ്പോൾ ആ മനുഷ്യനെ പുറംതിരിഞ്ഞു നിന്ന് കാലുമടക്കി ചവിട്ടാനും കാർക്കിച്ചു തുപ്പാനും ഈ ത്വര കാണിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല. അവർ എന്തിനാണ് കഥയറിയാതെ ഈ ആട്ടം കാണുന്നത്? ഒരു മനുഷ്യനെ കയ്യാമം വെച്ചാണോ ആശുപത്രിയിൽ കൊണ്ടുവരേണ്ടത്? അത് കാലുകൾ മരവിച്ചിരിക്കുന്ന അവസ്ഥയിൽ. പ്രമേഹ രോഗത്തെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിരിക്കും. ഇത് ശരിയായ രീതിയല്ല. ഇവർ രാഷ്ട്രീയ തടവുകാരാണ്. രാഷ്ട്രീയ തടവുകാർക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്ന നീതി ഇവർക്കും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.